വിവാഹ ദിവസം തന്നെ വരൻ മരണപ്പെട്ടിരിക്കുന്നു. ബൈക്കിലെത്തിയ അജ്ഞാത സംഘം വരനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. എന്താകും ആ കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്ന് നമുക്ക് നോക്കാം. ഉത്തർപ്രദേശിലെ ജൗൻപൂരിൽ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ബൈക്കിലെത്തിയ ആക്രമികൾ വരനെ വെടിവെച്ച് കൊന്നത്. ഖേദസാരായി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ബിബിപൂർ ഗ്രാമത്തിന് സമീപം രാത്രി 7 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. ആസാദ് ബിന്ദ് എന്ന 27-കാരനായിരുന്നു വരൻ. യാത്രാമധ്യേ ബൈക്കിലെത്തിയ ഒരു സംഘം അക്രമികൾ ആസാദ് സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി അയാൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. വാഹനം തടഞ്ഞു നിർത്തിയ ആക്രമികൾ ആസാദിനു നേരെ ഒന്നിലധികം തവണ വെടിയുതിർത്തുവെന്നാണ് വരന്റെ സഹോദരനും മറ്റൊരു ദൃക്സാക്ഷിയും മാധ്യമങ്ങൾക്ക് നൽകിയ വിശദീകരണം. बड़ौर से जाकर बड़ौर से निकली थी, बीबीपुर जा रही थी। बीबीपुर जमधा जा रही थी। हाँ। तो ये कितने बार घटना घटी है जो गोली चली है? 1 से 2 घंटे हुए हैं। अच्छा, तो कैसे गोली चली है आप बताओ जरा, कब ये घटना हुई, कैसे हुई? आप लोग जा रहे थे, कब कोई पीछा किया, कैसे गोली मारी, आप पूरा घटना बताओ। हम आराम से जा रहे थे, मेरा भाई शायद मोबाइल में व्यस्त था और हम भी वही सब कर रहे थे। तो वो एक बैग वो सब आए, अपाची से आए थे 2 लोग, मुंह बांधे थे, चश्मा लगाए थे, नंबर प्लेट पे नंबर वो रुमाल बांधे थे जी। उसके बाद यहाँ पर गोली मारे, सामने से गोली मारे और सीधा निकल गए वो सब। तो 2 लोग सवार थे, दोनों गोली चला रहे थे, एक गोली चला रहा था? एक गाड़ी चला रहा था। अच्छा। और एक गोली मारा। कितनी फायर किए थे? 3 फायर किए थे। तो अभी जो चोट लगी है, कितनी चोट लगी, ज्यादा चोट लगी है? कहाँ गोली लगी बताना अभी चाहिए। हमने जो देखा है उसमें यहीं पर गोली लगते हुए देखा है। हाँ। और बाकी सब तो हम नहीं देखे। सर घटना ये, हम लोग अपने गांव से बारात जा रहे थे। कहाँ? बड़ौर से। कहाँ जा रहे थे? ये जा रहे थे बीबीपुर के लिए। तो रास्ते में सर हम लोग गुरेनी क्रॉस किए, उसके बाद बादशाही है, बादशाही चौराहा, गाड़ी वहीं पहुंची थी। उसके बाद साइड से गोली की आवाज आई। जब गोली लगी है तो हम लोग सीट 2 बच्चे बैठे तो उसको लेकर लेट गए और पहचानने में नहीं आया। आप गाड़ी में थे? हाँ। तो गोली लगी है, उन्हीं को लगा सर, नहीं लगाया जी। ड्राइवर क्या स्थिति है? ड्राइवर सर उसमें तो गाड़ी चला के हॉस्पिटल ले गए हैं, अब उनके बारे में सर बता नहीं सकते। अभी तुरंत कैसी थी सर, एक्सपायर कर गया। സംഭവത്തിൽ സഹോദരനും ദൃക്സാക്ഷിയും നൽകിയ വിശദീകരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ആസാദിന് നേരെ വെടിയുതിർത്ത സംഘം അപ്പോൾ തന്നെ സ്ഥലത്തു നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. പരിക്കേറ്റ വരനെ കുടുംബാംഗങ്ങളും ഘോഷയാത്രയിലുണ്ടായിരുന്ന മറ്റുള്ളവരും ചേർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്നാൽ പ്രതികളിൽ ഒരാൾ വധുവിന്റെ ബന്ധുവാണെന്നാണ് പോലീസിന്റെ വിശദീകരണം. വധുവിന്റെ ഒരു ബന്ധുവിന് വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നു. പ്രദീപ് ബിന്ദ് എന്നാണ് അയാളുടെ പേര്. വിവാഹത്തിൽ എതിർപ്പുണ്ടായിരുന്ന ഇയാൾ സഹായ് രവി യാദവിനൊപ്പം മോട്ടോർ സൈക്കിളിലെത്തി വരന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് സംഘങ്ങളും രൂപീകരിച്ചിട്ടുണ്ട്. കൂടാതെ പ്രതികൾക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കൊലപാതകത്തിന്റെ ഉദ്ദേശം കൂടുതൽ അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു. കൊലപാതകത്തിൽ പ്രതിക്ക് 1-ൽ കൂടുതൽ ആളുകളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതി വിവാഹം എതിർക്കാനുണ്ടായ കാരണമെന്തെന്നും ഇവർ തമ്മിൽ മുൻപരിചയമുള്ള ആളുകളാണോ എന്നതടക്കം അന്വേഷണ പരിധിയിലുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.